ഐ തിങ്ക് ലാസ്റ്റ് 8 years ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? ക്ലിനിക് ഒരു 8 years ആയിട്ട്. അത് 15 കൊല്ലമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താ അറിയോ, വേറെ വിഷയം നമുക്കിപ്പോ സത്യം വിളിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആക്ട് ചെയ്തിട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതൊരു ടാപ്പ് ചെയ്ത്. അപ്പൊ ഈ പോലീസ് ഒഫീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ നടത്തി എടുക്കുക. ഇതെന്തുവാണ്? ഇത് വെള്ളരിക്ക പട്ടണമാണോ? പോലീസിന്റെ പേര് പറഞ്ഞ ഉടനെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാനായിട്ട്. ബാക്കി റെക്കോർഡിങ്സ് നമുക്ക് കേൾക്കാം. ക്ലിനിക്കിൽ ഫണ്ടി വന്നിട്ട് കുഴിച്ച് നിങ്ങൾ ചാവും അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. നമ്മളാരും ഇത് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ടൊരു യൂട്യൂബർ എന്ന് പറഞ്ഞു വന്നൊരാള് ഇങ്ങനെ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലും അല്ലേ, അപ്പൊ ഞങ്ങളെല്ലാവരും ഇത് മിണ്ടാണ്ടിരുന്നു. സംഭവം നമുക്കിത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞ മാഡം കുറച്ച് നാളുകളായി ഇവര് അവിടെ പോയിട്ട് കൊലാബിന് ചോദിച്ചപ്പോഴത്തേന് ഈ ക്ലിനിക്ക് ആൾക്കാർ പറഞ്ഞു അത് പറ്റത്തില്ല, എന്തായാലും നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനാണ് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് റേസ് ആയത്. അതായത് നമ്മൾ ഗവൺമെന്റ് ഒഫീഷ്യലാണ്, സത്യമല്ല അവർ ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ കാര്യത്തിന് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു പ്രൈവറ്റ് പ്ലേസിൽ പോയിട്ട്, അതൊരു ക്ലിനിക്കാണ്, അതിനകത്ത് പല ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള വിസിറ്റേഴ്സ് കാണും, പല ആൾക്കാർ അതിൻ്റെ അകത്ത് കാണും. അവർക്കൊക്കെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പോലീസാന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാമോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്, റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞൊരു മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ക്ലയന്റിനെയും കണ്ണൂർ ഇരിക്കുന്ന ക്ലയന്റിനൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ നിന്ന് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഡോക്ടർ എല്ലാവരും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സും ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ്. മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺ ഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞു. അതിപ്പോ കൊടുക്കണോണ്ട് കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോണ സമയത്ത് വേറെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡും വൈഫ് അവിടെ ഒരിക്കലും നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഉള്ളത് മുന്നോട്ടുള്ളത് ഫ്രീ തരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചു. അപ്പൊ അവർ സ്വരം. സോ ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ. അതായത് കഴിഞ്ഞ 8 മാസമായിട്ടാണ് മൈ വേ ബൈ കല്യാണി അവിടെ ട്രീറ്റ്മെന്റിന് പോകുന്നത്. ഇവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 8 മാസമായിട്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നോ? അവർ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് കോൾസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ക്ലിനിക്കിൽ നിന്ന് മൈ വേ ബൈ കല്യാണിനെ വിളിക്കുമ്പോൾ കല്യാണി പറയുന്നത് സാറ്റിസ്ഫൈഡ് ആയെന്നാ, ഹാപ്പി ആയിരുന്നെന്നാ. അതിന്റെ റെക്കോർഡിങ്സ് വരെ ക്ലിനിക്കാരുടെ കയ്യിലുണ്ട് ഗൈസ്, റെക്കോർഡിങ്സ് വരെ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് ആരാണ് കള്ളത്തരം കാണിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആരാണ് അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവര് സെൽഫിഷ് ആയിട്ട് അവരുടെ സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളതിന് ഫ്രീ ആയിട്ട് കൊലാബിന് വേണ്ടിയിട്ട് നടക്കുന്ന ഇങ്ങനത്തെ ഉള്ള ഒരു യൂട്യൂബേഴ്സിനെ നമ്മൾ എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള റെക്കോർഡിങ്ങിലേക്ക് പോകാം. വ്യാജ ഡോക്ടറാണെങ്കിൽ 15 കൊല്ലം ഞാനാണെങ്കിൽ എന്തോരം ഇന്റർവ്യൂസ് ഓരോ മീഡിയ ചാനൽസ് ഞാൻ കൊടുത്തിങ്ങനെ വെറുതെ വ്യാജ ഡോക്ടർമാരാണെങ്കിൽ ഇത് നടക്കും. നിങ്ങൾക്ക് അപ്പൊ തന്നെ അന്വേഷിച്ചിട്ട് പറയുന്നില്ല. 8 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നിങ്ങനെ ചെയ്തു വരും. അപ്പൊക്കെ ഞാൻ പറയും, ഇത് ചെയ്യില്ലേ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും റിസൾട്ട്സിന്. പോലീസിന് കേസ് കൊടുത്തു, നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ല, അതൊക്കെ ശുദ്ധ നുണയോ. നമ്മളിങ്ങനെ ബില്ല് കൊടുക്കാണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് വല്ല ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും ക്ലിനിക്സ് ഓടുന്ന ആൾക്കാർക്ക് എങ്ങനെ ക്യാഷ് ആയിട്ട് ബ്ലാക്ക് മണി ഒക്കെ ആയിട്ട് അതൊന്നും ഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ബില്ലുകൾ അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മുടെ അഗേൻസ്റ്റ് ഒരു കാര്യത്തിന് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബില്ലുകൾ എല്ലാം വാട്സാപ്പ് വഴി ഷെയർ ചെയ്തിട്ട് ഹാർഡ് കോപ്പീസ് തന്നിട്ട്. അതായത് അവര് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൊടുക്കാന്ന് പറഞ്ഞു. അവര് വേറെ ഹോസ്പിറ്റലിലോട്ട് വേറെ ക്ലിനിക്കിലോട്ട് മാറുവാണ്. അപ്പൊ അതിന്റെ ഡിസ്ചാർജ് സമ്മറി അതുവരെ അവര് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളും താങ്കളുടെ ഹസ്ബൻഡും, അതായത് പോലീസിന്റെ അകത്ത് ഇരിക്കുന്നതിന്റെ ഒരു അഹങ്കാരം, ഒരു ഹുങ്കും താങ്കൾ രണ്ടുപേരും വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചീപ്പ് 3rd റേറ്റഡ് ഷോന് നിങ്ങൾ ഇറങ്ങിയത്. ബാക്കി റെക്കോർഡിംഗ് നമുക്ക് കേൾക്കാം.
പില്ലറും PRP ഒക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇങ്ങനെ ഒരാള് കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? വല്ല പിമ്പിള് വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാലോ. ഇത് എനിക്ക് കാരണം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തേ കുട്ടിക്ക് ചെയ്തു കൂട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എന്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മൾ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ. സോ നിങ്ങളത് കേട്ടല്ലോ ഗൈസ്. അതായത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കല്യാണി എന്താണ് പറയുന്നത്, ബില്ല് തന്നില്ല എന്നുള്ളത്. ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തത്, ഹാർഡ് കോപ്പി ചോദിച്ചപ്പം കൊടുത്തില്ല. കല്യാണി ശരിക്കും ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കല്യാണിക്ക് വേണ്ടത്. പക്ഷെ കല്യാണിക്ക് അതറിയാം, അതങ്ങനെ ഒരു ഹോസ്പിറ്റലുകാരും കൊടുക്കത്തില്ല. കാരണം അത് ഇന്റർണൽ ആണ്. ഡോക്ടർ എന്തൊക്കെ ചെയ്തു, നേഴ്സ് എന്തൊക്കെ ചെയ്തു, ആ ഡീറ്റെയിൽസ് ആണ് ആ കേസ് ഫയലിലുള്ളത്. അല്ലാതെ കല്യാണിക്ക് അതും വേണമെന്ന് പറഞ്ഞാൽ, കല്യാണി മോളെ ഇത് നിനക്ക് തെറ്റി, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനല്ല. ബാക്കി റെക്കോർഡിങ്സ് കേൾക്കൂ ഗൈസ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, കുറെ ഫേക്ക് പ്രോഡക്ട്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് പുള്ളിക്കാരത്തിയുടെ ഫേസിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടുന്ന് എന്തുവാ പ്രശ്നമൊന്നും നമുക്കിനി അറിയത്തില്ല. ഇനി അവിടെ ഇങ്ങനത്തെ വല്ലതും പ്രശ്നവും ഉടായ്പ് കാണിച്ചിട്ടോ തട്ടിപ്പ് കാണിച്ചിട്ടോ, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യണം, എൻ്റെ പൈസ ഇല്ല, പ്രൊമോഷൻ ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞായിരിക്കും അവിടുന്ന് ഇറങ്ങിയേക്കുന്നത്. അത് നമുക്കറിയത്തില്ല, അത് നമ്മൾ കമന്റ് ചെയ്യുന്നുമില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരത്തിക്ക് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മുടെ ഈ ക്ലിനിക്കിൽ വന്ന് ഡോക്ടറുടെ മുന്നിൽ വെച്ചിട്ട് ഇരുന്ന് കരഞ്ഞ് ആണ് പുള്ളിക്കാരത്തിയുടെ ട്രീറ്റ്മെന്റ് 8 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി റെക്കോർഡിങ്സ് കേൾക്കൂ ഗൈസ്. സോ ഗൈസ്, അപ്പൊ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് എന്തും ചെയ്യാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശത്ത് കുറെ അതിനെക്കാട്ടി കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതായത് ഫോളോവേഴ്സിനെ സത്യം പറഞ്ഞ മണ്ടന്മാരാക്കി അവരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓസിന് ജീവിക്കണം എന്നാണ് കല്യാണിയുടെ മെയിൻ ഉദ്ദേശം. 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോളോവേഴ്സിനെ എല്ലാം മണ്ടന്മാരാക്കി ഓസിന് ജീവിക്കാനുള്ള എല്ലാ തത്രപ്പാടിലാണ് കല്യാണി. മൈ വേ ബൈ കല്യാണി. ബാക്കിയുള്ള റെക്കോർഡിങ്സ് കേൾക്കൂ ഗൈസ്. ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബർ വന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ആക്കുന്നു. കാരണം ഞങ്ങളുടെ സെറ്റ് ഓഫ് ക്ലയൻസ് ആണെങ്കിലും അതിപ്പോ ഇത് ഇപ്പൊ അങ്ങനെ ഭാഗ്യ കേടുകൊണ്ട് ഇതിന് ആള് വന്ന് സിസ്റ്റം മനസ്സിലാവുക അവരുടെ ഒരു ഇന്റൻഷൻ വേണ്ടി അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിന്റെ പേര് നമ്മളിപ്പോ ഒരു 15 കൊല്ലം അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓക്കെ, ബുദ്ധിമുട്ട് ഇത്ര അളവ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ നിൽക്കാം. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ റീസൺ എന്തായിരുന്നോ? ആ കുട്ടിയെ ആകെ സ്റ്റിറോയിഡ് കുറെ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് ആകെ മൊത്തം ഇരുന്നിച്ചുപോയി. സ്റ്റിറോയിഡിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് സ്കിൻ അട്രോഫി, ഒരു ഹൈപ്പോപിഗ്മെന്റേഷൻ വരും. നിങ്ങൾ കേട്ടല്ലോ, കല്യാണി അവിടെ വന്ന റീസൺ എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി കുറെ സ്റ്റെറോയിഡ്സും കുറെ ഫേക്ക് പ്രോഡക്ട്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ ആകെ അങ്ങ് കൊളവായി. അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി, അതായത് മൈ വേ ബൈ കല്യാണി ക്ലിനിക്കിൽ പോയേക്കുന്നത്. അതും ഈയിടെയൊന്നുമല്ല, 8 മാസം മുന്നേ. ബാക്കി കേട്ടു നോക്കൂ ഗൈസ്.
വിഷയം എന്താ വെച്ചാല്, ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ സാർ ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം പല അത് മാറും. ഞങ്ങൾക്ക് വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കെയിം ബാർജ് ഇൻ ടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസ്സിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങൾ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് എങ്ങനെ ഡോർ തുറക്കുകയാണെങ്കിൽ, അവർ ലേസർ ചെയ്യുകയാണെങ്കിൽ, തുണി എന്തെങ്കിലും കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് അത് പതിഞ്ഞാലോ. അത് മാത്രമല്ല, എന്റെ ഷർട്ടിനെ നമ്മളൊക്കെ ചിലപ്പോൾ സമയത്ത് ക്ലിനിക്കിൽ നടക്കുമ്പോൾ കോട്ട് ഊരുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിനുണ്ടായിരിക്കും. എപ്പോഴും കോട്ട് ഇടുമ്പോൾ കോട്ടൊന്ന് ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. ഡോക്ടർ, അവർ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ജീവലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ അയാളുടെ ഒരു മുഖം ഞങ്ങൾ പൊള്ളിക്കുകയോ അതിലൊരു ബേൺ മാർക്ക് അതൊന്നുമില്ല. ആ കുട്ടി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ ഭീഷണിപ്പെടുത്താം. 3 ലക്ഷം ഫോളോവേഴ്സ്. എനിക്ക് അതിനോടാണ് പ്രശ്നം. ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആണോ അതോ പുള്ളിക്കാരത്തിയാണോ? ഹസ്ബൻഡ് പുള്ളിക്കാരത്തി കരഞ്ഞോണ്ടേ ഇരിക്കുക. പുഴുത്ത് ചാവും നിങ്ങൾ, മറ്റേ സഹായിച്ച് ഞങ്ങൾക്കൊരു ബിസിനസ്സിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചും ഇതിങ്ങനെ പോലൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒക്കെ ചിലപ്പോൾ പറയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം അറിയാം നമ്മൾ എത്ര നന്നായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 15 കൊല്ലം സർവൈവ് ചെയ്യില്ല. പോലീസ് ഓഫീസർ മെറ്റാ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അകത്തോട്ട് കയറി ചെല്ലുന്നത് ഇപ്പം പോലീസുകാർക്ക് എന്തോ ആവുന്നതാണോ? അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡിങ്, അതായത് ഓഡിയോ റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശമുള്ള കാര്യങ്ങൾ എന്തുവാന്ന്. ഒരാഴ്ച മുന്നേ സംയുക്ത വർമ്മ മറ്റേ ധന്യ വർമ്മയുടെ ഒരു ഇന്റർവ്യൂല് സംയുക്ത വർമ്മ ആക്ട്രസ് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ പറയാം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ലൈക്ക് ആ ക്ലയന്റ് സംയുക്ത വർമ്മ നമ്മുടെ അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു. ലൈക്ക് പാഷന് ചെയ്യണതാണ്, ബിസിനസ്സിന് ചെയ്യുന്നതല്ല. ഇങ്ങനെയൊക്കെ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ പാഷന് വേണ്ടി ചെയ്തു. അപ്പൊ അതുകൊണ്ട് പറയുന്നത് വളരെ പ്രമുഖരായ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാവാത്ത അപ്പൊ നാട്ടിലേക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? നിങ്ങൾ പഴയ യൂട്യൂബിന്റെ വീഡിയോസും പഴയ ഇൻസ്റ്റാഗ്രാമും നോക്കി ഇപ്പോഴത്തെ വീഡിയോസും കൂടെ നോക്കുമ്പോൾ എന്റെ മുഖത്ത് പാട് വരുത്തിയോ? 8 പേർക്ക് ബുദ്ധിയും ബോധം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് സത്യം. പ്രൊമോഷനെ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങ് പുഴുത്ത് ചാവുകയാണോ? സത്യം പറഞ്ഞാൽ കല്യാണി ഒരു ലേശ വിവരം എന്ന് പറഞ്ഞൊരു സാധനം കല്യാണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കല്യാണി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ലേശ വിവരം. പിന്നെ കല്യാണിയുടെ ഹസ്ബൻഡിനുള്ള ഹുങ്ക്, പോലീസ് അധികാരി ആണല്ലോ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ്, അത് പുള്ളിക്കാരൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ തന്നെ വെച്ചാൽ മതി. അല്ലാതെ പബ്ലിക്കിന്റെ അടുത്ത് അത് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അത്രയും ഇതായിരുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കണം. ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആൾക്കാരെ ഒരുമാതിരി ഇട്ട് മൂഞ്ചിച്ച് പറ്റിക്കുവാണ്. സബ്സ്ക്രിപ്ഷൻസും ഉള്ള പ്രൊമോഷൻസും എല്ലാം ചെയ്ത് പറ്റിക്കുന്നതാണ് കല്യാണിയുടെ ഒരു പരിപാടി. റെക്കോർഡിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ഭർത്താവ് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച കാര്യങ്ങളും ഭർത്താവിന്റെ ഓരോ ആക്ഷൻസും എന്നെ ഭീഷണിപ്പെടുത്തിയതും അയാൾ മെറ്റാ ഗ്ലാസ് നിങ്ങളിത് ഉപയോഗിക്കരുത്, നിങ്ങൾ ചെയ്യരുത്, ഞങ്ങളുടെ ക്ലയൻസിന്റെ പ്രൈവസി ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ വെച്ചിട്ടൊന്നുമില്ലല്ലോ, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന്. അതും മാത്രമല്ല അയാൾ പറഞ്ഞു പോയ രീതി എന്നെ പറഞ്ഞു. കമ്മീഷണറിനൊക്കെ എനിക്കറിയാം. ഒരു കമ്മീഷണർ ഞാൻ എന്റെ കമ്മീഷണറെ വിളിച്ചതുണ്ട്, ഇങ്ങനെ ഒരു കാര്യം സംബന്ധിച്ചു. ഞാൻ എന്റെ പോലീസിനെ വിളിപ്പിച്ചിട്ട് അവരെ ക്ലിനിക്കിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ പറഞ്ഞ പോലീസിലാണ്. നിങ്ങളത് കേട്ടോ ഗൈസ്? കല്യാണി നമ്മളോട് എല്ലാവരോടും എന്തുവാണ് പറഞ്ഞേക്കുന്നത്? അവള് കംപ്ലൈന്റ് കൊടുത്തെന്ന്. കല്യാണി പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് കേസ് രജിസ്റ്റർ ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന്. അതെന്തിനാണ്? പിന്നെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനായിട്ടോ? സത്യം പറഞ്ഞ കല്യാണി അല്ല ഗൈസ് കേസ് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ചീപ്പ് ഷോ കാരണം കൊണ്ട് അവരാണ് പോയി കേസ് കൊടുത്തേക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കംപ്ലൈന്റ് ആയിട്ട് അവർ പോയി കൊടുത്തേക്കുന്നത്. അതായത് ക്ലിനിക്ക് വന്നിട്ട് ബാക്കിയുള്ള ക്ലയൻസ് ഉള്ളപ്പം ഇങ്ങനത്തെ ഒരു ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരു പുള്ളിക്കാരന്റെ ഭാര്യയും. പിന്നെ അവർ പറഞ്ഞത് പോലീസ് വന്നായിരുന്നു, പോലീസ് ആ ക്ലിനിക്ക് വന്നിട്ടാണ് അവരെ പുറത്താക്കിയെന്നാണ് നമുക്ക് കിട്ടിയ ആ ഒരു വോയിസ് റെക്കോർഡിങ്ങിൻ്റെ അകത്ത് ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. എന്തായാലും വീഡിയോയിൽ പറഞ്ഞ കേസ് കൊടുത്തോ? കേസിന്റെ ഒന്ന് ചാർജ് ഷീറ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന്. കേസ് ഞങ്ങളാ കൊടുത്തത്. ഞാൻ ആക്ച്വലി പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഇറപ്പിച്ചത്.
അപ്പൊ ഇതെന്തറിയോ, നിങ്ങളെ പോലത്തെ പ്രമുഖ യൂട്യൂബേഴ്സ് ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനൊക്കെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള പേര് അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതാണ് റെസ്പോൺസിബിൾ യൂട്യൂബേഴ്സ് ചെയ്യേണ്ടത്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ ചിലപ്പോൾ എഴുതും. ദർ ആർ വെരി ഗുഡ് യൂട്യൂബേഴ്സ്. കാരണം കാലിക്കറ്റൊക്കെ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഇത് 1.5 കോടി എന്താ പറയുക ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ ഡിസിഗ്നേഷൻ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ. കാരണം അവര് പറഞ്ഞേക്കുന്നത് 6 മാസമായിട്ട് കള്ള MBBSഉം കള്ള BDSഉം ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഡോക്ടറിന്റെ ഡെസിഗ്നേഷൻ ഒന്ന് കേൾപ്പിക്കാം. അവർ തന്നെ പറയുന്ന ആ ഡെസിഗ്നേഷൻ ഒന്ന് കേൾപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ആ ഡോക്ടറിന് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മാമിന്റെ ഡെസിഗ്നേഷൻ ഒന്ന് പറയാമോ അവിടുത്തെ? I'm an MBBS doctor, Rajiv Gandhi University Health Science, Yenapoya Medical College നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. MSc Dermatology നാഷണൽ ഹെൽത്ത് സർവീസ് കിങ്സ് കോളേജിൽ നിന്ന് ലണ്ടനിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലായിരുന്നു. അവിടുന്ന് കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചു. കാരണം ഇവിടെ ലേസറും കോസ്മെറ്റിക് കെമിസ്ട്രി ഒന്നും പഠിപ്പിക്കുന്നത് 20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവരാണ് ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഫോറിൻ ഡിഗ്രിക്കാരുടെ അടുത്ത് ഇത്ര പ്രശ്നമാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ എന്തിനാണോ US-ലോട്ട് UK-ലോട്ടൊക്കെ വന്ന് റോബോട്ടിക് സർജറി ഒക്കെ പഠിക്കണാവോ? ജീവലക്ഷ്മി. So she was consulting under you, correct? No, first consultation was me. After that I was the review. ഇനി എനിക്കൊന്നും പറയാനില്ല ഗൈസ്, ഇനിയും ബാക്കി നിങ്ങളുടെ തീരുമാനം. പക്ഷേ ഈ ഒരു കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മാത്രമാണ്. ഇതൊരു എക്സ്ക്ലൂസീവ് ഒരു കോൾ റെക്കോർഡിംഗ് ആണ്. അവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അത് കൊണ്ടുവന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്കൊരിക്കലും പറ്റിക്കാനാവില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വല്ലതും കൊണ്ടുവരും, ഒരു കണ്ടന്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തെളിവ് സഹിതമേ ഞാൻ കൊണ്ടുവരത്തുള്ളൂ. അപ്പം അതാണ് നിങ്ങളിപ്പം കണ്ടത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക ഗൈസ്. എന്തായാലും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസുകൾ, നല്ല നല്ല ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും തെളിവ് സഹിതം. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രം, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. 99% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം മൈ ബേ കല്യാണി ഇനിയും ഇങ്ങനെ ആരെയും പറ്റിക്കല്ലേ. കാരണം ഇതിനകത്ത് പോകുന്നത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ പേരുമാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു വീഡിയോ, ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതിലേക്ക് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ.